ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദേ ഈ ഒരു ചെടീന് കനകാമ്പരം അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. കനകാമ്പരപ്പൂ കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ മനസ്സിൽ ഓടിയെത്താ തമിഴ്നാടും അവിടുത്തെ ആൾക്കാരുമാണ്. അവർ എന്നും ഈ കനകാമ്പരപ്പൂ തലയിൽ വെച്ചിട്ടാണ് പുറത്തേക്കൊക്കെ പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കനകാമ്പരം കൃഷി ചെയ്യുന്നതും തമിഴ്നാട്ടിൽ തന്നെയാണ്. ഇത് ഹൈബ്രിഡ് കനകാമ്പരമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം ഉയരത്തിൽ പൂവില്ല. ഈ കനകാമ്പരം ബുഷിയായി വളർന്ന് ചെറിയ ചെറിയ കമ്പുകൾ വളർന്ന് നല്ല ബുഷിയായി ഉയരം വെക്കാണ്ട് വളരുന്നതാണ് ഈ ഹൈബ്രിഡ് കനകാമ്പരങ്ങൾ. ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ. കുറച്ച് വെയിലുള്ള സ്ഥലത്താണ് ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും കനകാമ്പരത്തിൽ. ഇത് മഞ്ഞ കനകാമ്പരമാണ്. ഇതിൻ്റെ തന്നെ ഒരു ചെങ്കല്ല് കളറ് കനകാമ്പരം ഉണ്ട്. ഇതേപോലെ തന്നെ ഹൈബ്രിഡ് കനകാമ്പരം കാണാൻ നല്ല ഭംഗിന് കാണാനായിട്ട്. ഇത് നട്ടുപിടിപ്പിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. കനകാമ്പരം ഇതിൻ്റെ ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ച് നട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുത്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് കനകാമ്പരം. പിന്നെ നമുക്ക് ഇതിൻ്റെ വിത്തുകളിൽ നിന്ന് പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ പൂക്കൾ പോയി കഴിയുമ്പോൾ ഇതിലൊരു വിത്ത് വരും കനകാമ്പരത്തിന്. അത് കനകാമ്പരം അറിയുന്നവർക്കൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും, കനകാമ്പരത്തിൻ്റെ വിത്തും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പൂ പോയി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കനകാമ്പരത്തിൻ്റെ വിത്തുകൾ ഇങ്ങനെ വന്ന് നിൽക്കും. പൂ കൊഴിഞ്ഞ ഭാഗത്തൊക്കെ വിത്തുകളായിരിക്കും. ആ വിത്തുകൾ നമുക്ക് നട്ടുപിടിപ്പിച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. അത് ചെടിയിൽ നിന്നിട്ട് തന്നെ ഇതിൻ്റെ വിത്തുകൾ പൊട്ടി മുളച്ച് ഒരുപാട് തൈകൾ നമ്മുടെ പറമ്പിൽ മുളയ്ക്കുണ്ടായി ഈ കനകാമ്പരത്തിൻ്റെ. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് മറ്റേ സാധാ കനകാമ്പരം പോലെ അത്രയ്ക്ക് അങ്ങോട്ട് വിത്തിന്ന് ചെടികൾ പൊട്ടി മുളയ്ക്കില്ല. നമ്മൾ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് ഇത് കൂടുതലും വേര് പിടിപ്പിച്ചെടുക്കുന്നത്. നാടൻ കനകാമ്പരങ്ങളാകുമ്പോൾ വിത്തിന്ന് ഒരുപാട് തൈകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഹൈബ്രിഡ് കനകാമ്പരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഇലയുടെ താഴത്തു കൂടെയും ഇങ്ങനെ മുട്ടുകളും പൂവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൽ തീരെ പൂവൊഴിയാണ്ട് എപ്പോഴും ഇതിൽ പൂക്കളുണ്ടാവും കേട്ടോ. അതാണ് ഹൈബ്രിഡ് കനകാമ്പരത്തിൻ്റെ പ്രത്യേകത. നാടൻ കനകാമ്പരത്തിൽ എപ്പോഴും പൂവുണ്ടാവില്ല. ഒരു സീസണിൽ കുറേ പൂക്കൾ വരും. പിന്നെ ആ സീസൺ കഴിയുമ്പോൾ അതിലെ പൂക്കൾ കുറയും. ഹൈബ്രിഡിൽ പൂവിടുന്ന പോലെ നാടൻ കനകാമ്പരത്തിൽ പൂക്കൾ ഉണ്ടാവില്ല.